ഇനി മൂന്നാമത്തെ പരാതിക്കാരി, അവർ ഈ പരാതി ഈ പറയുന്നതെല്ലാം പറഞ്ഞിട്ടും അവർക്ക് എൻ്റെ സുഹൃത്തിനോട് അവർ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് രാഹുൽ, ഞാൻ ഒന്ന് പറയട്ടെ ശ്രീ ഹാഷ്മി, ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന പോലെ ശ്രീ ഹാഷ്മി ഇപ്പോൾ ആരോപിച്ചതുപോലെ ഒരു ഭീകരനായ വ്യക്തിയാണ് ഞാനെങ്കിൽ ആ ഭീകരത മുഴുവൻ ഏറ്റുവാങ്ങിയ ഒരാളെന്ന നിലയിൽ എൻ്റെ കൂടെ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് സേഫസ്റ്റ് പ്ലേസ് ആണെന്ന് പറയില്ല ഹാഷ്മി. അത് ഹാഷ്മി ഒരു വാദത്തിൻ്റെ എന്നെ ഒന്ന് വാദിച്ച് തോൽപ്പിക്കാനുള്ളതിനപ്പുറം ഹാഷ്മിയുടെ കൺവിക്ഷനിൽ ആലോചിച്ചാൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ അന്ന് മുകേഷ് MLA-ക്കെതിരെ ഈ ആരോപണം ഉണ്ടാകുമ്പോൾ രാഹുൽ ആഞ്ഞടിച്ചതും പറഞ്ഞതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും രാഹുൽ വെറുതെ പറയുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രസംഗം ഫോർ ദ സേക്ക് ഓഫ് എ പ്രസംഗത്തിന് വെറുതെ പറയുന്നതായിരുന്നു. ഫോർ ദ സേക്ക് ഓഫ് എ പ്രസംഗമല്ല. ഇന്നത്തെ ദിവസവും എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നാമത് പറഞ്ഞു തൊട്ട് ഇപ്പോൾ വരെ പറയുന്നു, ഇന്നത്തെ ദിവസം വരെ ഒരാളെ പോലും ഒരു ബാഡ് ടച്ച് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അനുവാദമില്ലാതെ ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും ഞാൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടും ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലാത്തുള്ളതുകൊണ്ടും എനിക്ക് വളരെ കൺവിൻസ്ഡായിട്ട് കൺവിക്ഷനോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അതർ സൈഡ് കൂടി കാണുന്നുണ്ട് എന്നുള്ളത് മാത്രം. ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ താങ്കൾ ഇതെല്ലാം പറഞ്ഞല്ലോ, ഈ ഷെയ്ഡി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കേസുകൾ കോടതി തീരുമാനിച്ചോട്ടെ, 3 കേസുകൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ വരുന്നതിന് ഞാൻ മറുപടിയും പറയാം. ഇനി പരാതി വരും. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ എന്തു വന്നാലും ഇനി പരാതി വരില്ലെന്ന് ഉറപ്പുണ്ടോ രാഹുൽ? ശ്രീ ഹാഷ്മി, ഞാനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, ഞാൻ ആരെങ്കിലും അതിക്രമിച്ചതിൻ്റെ പേരിൽ, ഞാൻ ആരെങ്കിലും അനുവാദമില്ലാതെ ഒന്ന് തൊട്ടതിൻ്റെ പേരിൽ സത്യസന്ധമായ ഒരു പരാതിയും എൻ്റെ ജീവിതത്തിൽ ഒരാളും പറയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാളും പറയില്ല. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ രാഹുലിൻ്റെ ബോധ്യങ്ങൾ, ജനത്തിന് ജനത്തിൻ്റെ ബോധ്യങ്ങൾ, കോടതിക്ക് കോടതിയുടെ ബോധ്യങ്ങൾ വരട്ടെ, കാണാം. താങ്ക് യു.